ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇത് മെനങ്ങാനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല മഴ വരുന്ന ദിവസവും നല്ല ആകാശം നല്ല റെഡ് കളറായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ നല്ല വെളുത്തിരിക്കുന്നു കേട്ടോ. താഴെ കണ്ടോ എല്ലാം നല്ല ചുമന്ന്. അപ്പോൾ കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ കുറച്ച് സമയം വെളിയിലൊക്കെ ഇങ്ങനെ വന്ന് നിന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഈ വീഡിയോ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട്, അത് നടുക്കാണ് ഇട്ടേക്കുന്നത്. നമ്മൾ നടുക്കിട്ടേക്കുന്നുണ്ടെന്ന് അറിയാമോ? കറണ്ട് പോകുമ്പോൾ എല്ലായിടവും വെളിച്ചോടിക്കും. ഇവിടെ വെളിച്ചോടിക്കും, പിന്നെ അടുക്കളയിലും കുറച്ച് വെളിച്ചോടിക്കും, പിന്നെ നമ്മളെ റൂമിൽ കുറച്ച് വെളിച്ചോടിക്കും. അപ്പോൾ ആ റൂമിലും വെളിച്ചോടിക്കും. അതുകൊണ്ടാണ് നടുക്കിട്ടേക്കുന്നത്. ഈ ലൈറ്റ് കറണ്ട് പോയാലും കത്തും. മഴ പെയ്യുന്നുണ്ടോ? അപ്പോൾ ആ ഫ്രണ്ടിൽ മഴ പെയ്യാൻ തുടങ്ങി. കറണ്ട് ഇല്ല, മഴ പെയ്യുന്നു. അപ്പൊ ഇരുട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇരുട്ടത്ത് ഇവിടെ ഇങ്ങനെ സന്ധ്യയായി, 6:04 ആയോളൂ. പക്ഷെ കണ്ട ഒരു 7 മണി. ഡൈ ചെയ്യുമ്പോ ചെറുപ്പക്കാരനാവും. അതാ എക്സ്പ്രഷൻ തിരിഞ്ഞു കാണിക്കും. ഡൈ ചെയ്യാൻ പറഞ്ഞിട്ട് 2 ദിവസമായി ഡൈ ചെയ്തില്ല. ഒന്നും കൊടുത്തില്ലല്ലോ, തീർന്നില്ല. അങ്ങോട്ടേ അവിടെ പോയി കൈ എടുക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഇവിടെ കൈയുണ്ടല്ലോ. എന്താണ് സോപ്പിടുവാന്ന് തോന്നല്ലേ. രണ്ടാൾക്ക് എന്തോ വേണം, എന്തോ വേണം. അതിനുള്ള സോപ്പടിയിൽ നടക്കുന്നുണ്ട്. നഖം വെട്ടി എന്നിട്ട് കള്ളത്തരം. അത് അങ്ങനെയാണ്. അറുക അവർക്ക് എന്തോ വേണം, അതിനുള്ള കള്ളത്തരവാ. അയ്യോ, ഒരാൾ മുട്ട ഫ്രൈ അല്ല, മുട്ടയിലല്ലേ ബ്രെഡ് ഫ്രൈ. നല്ലോണം മൂപ്പിക്കുക. എനിക്കിച്ച് നല്ല മൂപ്പിക്കണേ. നല്ല മൂപ്പിക്കണം. ഇതെല്ലാം മൂപ്പിച്ച് വെച്ചേക്കുന്നതാണ്. മൂപ്പിച്ചല്ല, പൊരിച്ച് വെച്ചേക്കുന്നു. എനിക്കിച്ചിരി നല്ലോണം മൂപ്പിക്കും. അച്ഛൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ബ്രെഡ്. അല്ല അത്രയും വേണ്ട. അവിടുത്തെ ഇച്ചിരി ഫ്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ നല്ല കരിച്ചു തീർത്ത് കാണിക്കുന്നു. അത്രയും വേണ്ട, കുറച്ചൊന്ന് വെന്തെടുക്കണം, എന്നാലും എനിക്കിഷ്ടമുള്ളൂ. അപ്പം നമ്മുടെ ജാമില്ലാത്തത് കൊണ്ട് ബ്രെഡ് മുട്ട എന്തുവാണ് ഇത് പറയുന്നത്, പൊരിച്ചതാണ്. അതുണ്ടാക്കി കഴിച്ചിട്ട് വേണം ഇനി അടുക്കള പണികൾ ചെയ്യും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. അതുകൊണ്ട് പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. ഒരാൾ പിന്നെയും ചെയ്യും. അങ്ങനെ വന്ന് കഴിക്കാതിരിക്കുവാണ് കേട്ടോ. ഒരാളവിടെ കഴിക്കുന്നുണ്ട്, പഠിക്കാനുള്ള ബുക്ക് നിർത്തി വെച്ചേക്കുന്നുണ്ട്. ചേട്ടനൂടെ വരണം. ഞാൻ ഒരെണ്ണം കഴിച്ച്, ഒരെണ്ണം നല്ലതായിട്ട് കരിച്ച് വെച്ചേക്കുന്നു. അത് ആര് തിന്നും? ഇത്രയും കരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഈ ബ്രൗൺ കളർ തിന്നും. ഇത്രയും മുരിയണല്ലേ. അങ്ങനെ പിന്നെ കുറേ നേരം കഥകളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ കയറുന്നത് കേട്ടോ. പിന്നെ ഇനി മീൻ കറി വെക്കണം. അപ്പോൾ ഇന്നും ചാളയായിരുന്നു. അതിനകത്തൊരു മുരൽ കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നാളത്തേക്കുള്ള കുറച്ച് പയർ അങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ രാവിലെ വലിയ ബുദ്ധിമുട്ടാവും. പയറൊക്കെ അരിഞ്ഞ് വെച്ചാൽ, മലക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചാൽ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ചേട്ടൻ പിന്നെ അതൊക്കെ നടപ്പിലോട്ടാക്കിക്കോളും കേട്ടോ. അങ്ങനെ ആ മീൻ കറിയൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതിനകത്തിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിയും മുളകും അങ്ങനെയുള്ള. അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ കുറച്ച് പാത്രം കഴുകി വെച്ചു. അങ്ങനെ മീനൊക്കെ നല്ല റെഡിയാക്കി വെച്ചു. പൊരിക്കാനുള്ളത് നാളത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. കറി തിളച്ച് വന്നപ്പം നമ്മൾ മീനൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തിളച്ച് നല്ല വറ്റി വരുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലിട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ. മുളക് കറിയാണ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, വലിയ വിശേഷങ്ങളില്ലാത്ത ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഓക്കേ, ബൈ.